അമദേവർകോവിൽ INL-നെ ലീഗുമായി കൂട്ടിക്കെട്ടാൻ നേരത്തെയും ശ്രമിച്ചിട്ടുണ്ടെന്ന് നാഷണൽ ലീഗ്. 2011-ലും ലീഗിലേക്ക് പോകാൻ ചർച്ച നടത്തിയയാളാണ് ദേവർകോവിലെന്ന് നാഷണൽ ലീഗ് നേതാവ് NK അബ്ദുൽ അസീസ് മീഡിയ വണ്ണോട് പറഞ്ഞു. സമസ്ത വിഷയത്തിൽ LDF സമീപനത്തിൽ വിരുദ്ധമായ നിലപാടാണ് അമദേവർകോവിൽ സ്വീകരിച്ചതെന്നും NK അബ്ദുൽ അസീസ് പറഞ്ഞു. INL നേതാവ് അഹമ്മദ് ദേവർകോവിൽ ലീഗിലേക്ക് പോകുന്നു എന്നുള്ള പ്രചരണങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല LDF സമീപനത്തിൽ വ്യത്യസ്തമായി സമസ്തയോടുള്ള സമീപനം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നാഷണൽ ലീഗിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി NK അബ്ദുൽ അസീസ് നമ്മോട് പ്രതികരിക്കുകയാണ്. ആദ്യം ഈ സമസ്തയെ സംബന്ധിച്ച് അഹമ്മദ് ദേവർകോവിലിൻ്റെ നിലപാട് നിങ്ങൾ പുതുതായിട്ട് കേട്ടിട്ടുണ്ടാവും. പിന്നെ ലീഗും അവരും തമ്മിൽ തെറ്റുന്നതിൽ അതിന് പിന്നിൽ ചില ബാഹ്യ കക്ഷികളെന്ന രീതിയിലൊക്കെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? മുസ്ലിം ലീഗും സമസ്തയും കാലാകാലമായി മുസ്ലിം ലീഗിൻ്റെ പോഷക ഘടകം പോലെയോ അവർ നിയന്ത്രിക്കുന്ന ഒരു മതസംഘടന പോലെയോ ആണ് ഇത്രയും കാലമായി സമസ്തയെ അവർ നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. സമസ്തക്കകത്ത് അത് ശരിയല്ല. സ്വന്തമായി അസ്തിത്വവും വ്യക്തിത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയിലെ ചില പണ്ഡിതന്മാർ എടുത്ത നിലപാടുകൾ പുതിയ രാഷ്ട്രീയ സാഹചര്യം പോലും രൂപപ്പെടുത്തിയിരിക്കുകയാണ്. കാലാകാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലീഗിൻ്റെ നിയന്ത്രണത്തിലല്ല സമസ്ത ഉണ്ടാവേണ്ടത് എന്നാണ്. സ്വന്തമായി വ്യക്തിത്വം നിലനിർത്താൻ അതിനുള്ള അധികാരമുണ്ട് സമസ്തയ്ക്ക്, ആ അധികാരം ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ശ്രീ അഹമ്മദ് ദേവർകോവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ഇതുവരെയുള്ള ബന്ധം സുഗമമായി തന്നെ മുന്നോട്ട് പോകണം, അതിനെ എതിർക്കുന്നവർ ഛിദ്രശക്തികൾ എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗമുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ ലീഗിലേക്ക് പോകാൻ ചർച്ചകൾ നടത്തി, പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ചകൾ നടത്തി. അദ്ദേഹം ഔദ്യോഗികമായി നിഷേധിക്കുന്നുണ്ടെങ്കിലും അത്തരം ചർച്ചകൾ നടത്തിയ റിപ്പോർട്ടുകളുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം ആ ചർച്ചകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇന്ത്യൻ നാഷണൽ ലീഗിനകത്ത് നിർഭാഗ്യകരമായ പിളർപ്പ് ഉണ്ടായ ദിവസം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത് മുസ്ലിം ലീഗ് രൂപവൽക്കരിച്ചിട്ടുള്ള അജണ്ടയുടെ പ്രയോഗവൽക്കരണമാണ്. ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ലീഗ് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ്. അന്നു മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ലീഗിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി അദ്ദേഹം നടത്തിയിട്ടുള്ള പിളർപ്പും തുടർന്ന് ലീഗിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയും ഇത് നേരത്തെ തന്നെ ഇദ്ദേഹം ഇങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. 2011-ൽ PMA സലാം മുസ്ലിം ലീഗിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുപോയി ലയിപ്പിക്കാൻ ശ്രമിച്ച കാലത്ത് 2 ഘട്ടങ്ങളിലായി 2 രൂപത്തിൽ ലീഗിനകത്ത് ചില നീക്കങ്ങൾ. ആ ചർച്ച വിജയിക്കാതിരിക്കുകയും PMA സലാം കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ വിഭാഗം ലീഗിൽ ലയിക്കാൻ പോയത് അന്ന് അഹമ്മദ് ദേവർകോവിലിന് അദ്ദേഹം ആഗ്രഹിച്ച സൗകര്യങ്ങൾ ലഭ്യമാവാത്തതിനാൽ അദ്ദേഹം ലയിച്ചില്ല, അദ്ദേഹം മാറി നിന്നു. ഞങ്ങളുടെ നേതൃത്വത്തിൽ INL സെക്കുലർ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ ഒരു സംവിധാനമായി ഇടതുപക്ഷത്തോടൊപ്പം അന്നു മുതൽ നിലവിലുണ്ടായിരുന്നു. അന്നും ലയിപ്പിക്കാൻ 2 ഘട്ടങ്ങളിൽ ശ്രമിച്ചവരാണ് PMA സലാം ഒരു ഭാഗത്തും അഹമ്മദ് ദേവർകോവിൽ മറുഭാഗത്തും. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.